മനുഷ്യൻ്റെ കുറവുകൾ. ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യന്മാരുടെ കുറവുകൾ എന്ന് പറയുന്നത് വളരെ റിലേഷൻഷിപ്പുകളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കുറവുകളെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ. ഒരു കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആളുകൾ എന്നെ എൻ്റെ കുറവുകളോടുകൂടെ സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ ഒരു കൈൻഡ് സൈഡാണ്. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പം നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ നാണയത്തിൻ്റെ ഒരു വശം. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. എനിക്ക് കുറവുള്ള എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരാളോട് എനിക്കുള്ള ഉത്തരവാദിത്തമാണ് എൻ്റെ ആ കുറവുകളെ നികത്താനുള്ള എൻ്റെ ശ്രമം. ഇപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അത് സ്വീകരിക്കാനുള്ള കൃപയും അല്ലെങ്കിൽ കഴിവും മറ്റേ ആൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നെ എൻ്റെ കുറവുകളോടുകൂടെ സ്വീകരിച്ചു. ഇപ്പം മുറിവുണ്ടായിരുന്ന എനിക്ക് ഇരുട്ടിന് ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടിന് പേടിയായിരുന്നു എൻ്റെ ആ ഒരു രാത്രിയാകുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നതും അല്ലെങ്കിൽ രാത്രി അടഞ്ഞ റൂമുകളിൽ ഞാൻ പരിഭ്രമിക്കുന്നതും ഒക്കെ കണ്ട് എന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തൊരു വ്യക്തിയോടുള്ള എൻ്റെ കടമ എന്ന് പറയുന്നത് അതൊന്നും ഇല്ലാത്തൊരെന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഞാൻ അതിൽ വർക്ക് ചെയ്യണം, അതിൽ ഞാൻ ശ്രമങ്ങൾ നടത്തണം. കുറവുകളുള്ള ഒരാളെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ, മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വ്യക്തി അയാളെ, മനഃശാസ്ത്രമാണെങ്കിലും ദൈവശാസ്ത്രമാണെങ്കിലും, ഒരു വ്യക്തി സ്വയം തിരുത്താനോ അയാളുടെ കുറവുകളെ നികത്താനോ ശ്രമിക്കാത്തിടത്തോളം നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തത് കൊണ്ടും എത്ര കെയർ കൊടുത്തത് കൊണ്ടും അയാൾക്കൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളുടെ കരുണ നിങ്ങൾ അവിടെ റോങ് ആയിട്ടുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തതുപോലെയാണ്. മുറിവുണങ്ങാൻ താല്പര്യമില്ലാത്ത ഒരാളോട് മുറിവുണക്കാനുള്ള മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. മുറിവുണങ്ങണമെന്ന ഒരാൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പം അവരിങ്ങനെ ചെറുപ്പം മുതലേ അനുഭവിച്ച സ്ട്രഗിളുകൾ മൂലമാണ് അവർക്കൊരു പേഴ്സണാലിറ്റി പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ എനിക്കതറിയില്ല, ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഓക്കെ എന്നാൽ അറിയില്ലല്ലോ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ തീരുമാനിക്കും, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് പറയും. പക്ഷെ അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവർ ഒരു സേഫ് സോണായിട്ട് കാണുന്നത്. അവരുടെ കുറവുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അത് തിരുത്താനും പറയാനും നമ്മൾ ശ്രമിക്കുമ്പോൾ അതും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ശ്രമിക്കേണ്ടതുണ്ട് അത് മാറ്റിയെടുക്കാൻ. അല്ലാതെ നമുക്കെപ്പോഴും ഒരാളുടെ സിമ്പതിയിലും കരുണയിലും മാത്രം ഇങ്ങനെ ആ ഒരു പട്ടികകളിൽ മാത്രം നമ്മൾ വന്നാൽ മതി, ആ ഒരു ഹെഡിങ്ങിന് താഴെ മാത്രം നമ്മളോട് കരുണ ആയാൽ മതി എന്ന് പറയാൻ പറ്റത്തില്ല. യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ എഫേർട്ട് ഇടേണ്ടതുണ്ട്, നിങ്ങൾ നിങ്ങളെ തിരുത്തേണ്ടതുണ്ട്. എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു, എനിക്ക് ഇരുട്ടിന് പേടിയായിരുന്നു എന്ന് വിചാരിക്കും. എനിക്ക് ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത് ഉള്ള എന്നെ സ്വീകരിച്ച ഒരാൾ ജീവിതകാലം മുഴുവനും എൻ്റെ ഈ ഒരു പേടിയാണ് എന്നെ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല. എന്നെ അയാളുടെ പ്രസൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളോ എന്നെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് ഞാനതിനെ നേരിട്ട് ഞാൻ എൻ്റെ ആ ഭയത്തിനെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. സക്സസ്ഫുൾ അല്ലാത്ത എന്നെ ആളുകൾ സ്വീകരിക്കുന്നില്ല നമ്മൾ പരാതി പറയും. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ ഇപ്പോൾ മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് കാണാൻ കൊള്ളാമെന്നുള്ളതൊന്നും അല്ല ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എല്ലാ മനുഷ്യനും ഉണ്ട്. അപ്പം ഇതൊക്കെ പരാതികളാണ്. ഈ പരാതികളിൽ അവർ കുറവുള്ള എന്നെ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ കുറവുകളോട് ഞാൻ എന്തെങ്കിലും ചെയ്തോ അത് മാറ്റാൻ വേണ്ടി. പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ പണം അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണെങ്കിൽ അധ്വാനിച്ചോ നിങ്ങൾ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ സ്വഭാവത്തിലുള്ള ഈ കുറവുകളെ, ഇപ്പോൾ ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരാളാണ് നിങ്ങൾ. ഇമോഷണലി അവൈലബിൾ അല്ലാത്ത നിങ്ങളെ അങ്ങനെ തന്നെ മറ്റേ ആൾ സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അയാൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടാകും. അയാൾക്ക് നിങ്ങളുടെ കുറവുകളോട് നിങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരുപാട് സ്ട്രഗിളുകളുണ്ടാവും. എന്നാലും അയാൾ നിങ്ങളെ സ്വീകരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കൊണ്ട് അങ്ങനെയൊക്കെ ഇമോഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവാനുള്ള ശ്രമങ്ങളെങ്കിലും നമ്മൾ നടത്തണ്ടേ, ട്രൈയെങ്കിലും നമ്മൾ നടത്തണ്ടേ. നമുക്കെപ്പോഴും എക്സ്ക്യൂസസുകൾ മാത്രം പോരല്ലോ. റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പേടിയുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളത് എൻ്റെ ഒരു കുറവാണെങ്കിൽ ആ കുറവിനോട് ഞാൻ എന്ത് ചെയ്തു?
ഞാൻ പതുക്കെ പതുക്കെ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് എന്നിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നോ? അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെയാണ്, എന്നെ ആരും അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കണം. എന്നെ എല്ലാവരും തള്ളിക്കളയും, ഒരു ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് കിട്ടില്ല. ശരിയാണെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. പക്ഷെ ശ്രമങ്ങൾ നിർത്തിയില്ല. ഓരോ തവണ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും എനിക്ക് എന്താ കുറവെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ പോരായ്മകൾ ഞാൻ നികത്തുന്നു. അതല്ലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതല്ലാതെ അതൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നിട്ട് എന്താണ് കാര്യം? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിക്കും ഇത്രയും നാളും വിശ്വസിച്ചു കൊണ്ടിരുന്നത് കുറവുകളോട് കൂടെ ഒരാളെ നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കുറവുകളോടെ സ്വീകരിച്ച ചില മനുഷ്യരുണ്ട്. അവരൊക്കെ എല്ലാ കാലത്തും അതേ കുറവുകളിൽ തന്നെ തുടർന്നുകൊണ്ട് എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നു കാര്യങ്ങൾ എന്നുള്ളതല്ലാതെ ആ ഒരു അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ താങ്ങായതുകൊണ്ടോ അത് കൂടെ നിന്നതുകൊണ്ടോ അവർ സ്വയം തിരുത്തുകയോ അവർക്കൊരു മാറ്റം വരികയോ ചെയ്യുന്നില്ല. ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങളെ നീ സ്നേഹിച്ചേ പറ്റൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളെ അവരുടെ പ്രശ്നങ്ങളോട് കൂടെ ചേർത്ത് നിർത്തുമ്പോൾ അത് നമ്മളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും അത് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയുള്ളപ്പോൾ മറ്റേ ആളൊരു എഫേർട്ട് ഇടുന്നില്ലെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല, എൻ്റെ കുറവുകളോട് കൂടെ നീ ഞങ്ങളെ സ്വീകരിക്കണമെന്ന്. ഐ ഹാവ് ടു ട്രൈ അറ്റ്ലീസ്റ്റ് അല്ലേ? ഇനി എല്ലാ മനുഷ്യരെയും ഫിക്സ് ചെയ്തേക്കാം. കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും ചേർത്ത് നിർത്തിയത് കൊണ്ടും എല്ലാ മനുഷ്യരും ഇപ്പോൾ സ്വയം അവർ മാറിക്കോളും. ഇപ്പോൾ ഒരു ദുശീലമുള്ള ഒരാൾ ഞാൻ ഒരുപാട് സ്നേഹിച്ച് കൂടെ നിന്ന് കഴിഞ്ഞാൽ അയാളത് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഉറപ്പൊന്നുമില്ല. അത് അയാൾക്ക് സ്വയം തോന്നണം. ഒരുപാട് പേരെ പണ്ട് ഞാൻ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ദുസ്വഭാവമുള്ള ആൺകുട്ടിയെ പ്രണയിച്ച് ശരിയാക്കുന്ന പെൺകുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട് സിനിമയിൽ. അപ്പം ഞാനും അങ്ങനെ വിചാരിക്കാറുണ്ട്, ഒരു മോശം ആളാണെങ്കിലും നമ്മൾ സ്നേഹിച്ച് ഇതൊക്കെ മാറ്റം വരുത്താമെന്ന്. അങ്ങനെയൊന്നും നടക്കില്ല. അതൊക്കെ സിനിമയിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നടക്കാം. ഒരു 20% മാത്രം ചാൻസ് ഉള്ളൊരു കാര്യം. അതായത് നിങ്ങൾ ഇപ്പോൾ പറയും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൻ ശരിയാവും എന്ന് പറയില്ല, അല്ലെങ്കിൽ അവൾ ശരിയാവും എന്ന് പറയില്ല. ഒരു വ്യക്തി സ്വയം തിരുത്താൻ തയ്യാറാകാതെ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊണ്ട് ഒഴിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒരാൾ സ്വയം തിരുത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് അവർ സ്വീകരിക്കുകയും അവർക്ക് ബേസിക്കലി തിരുത്താൻ സ്വയം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അവർ തിരുത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ തിരുത്തില്ല. ശരിയായ ഇടങ്ങളിൽ നമ്മളെ കരുണയും സ്നേഹവും കൊടുക്കേണ്ടതുണ്ട്. അപ്പം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം, എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തണം, പാപികളെയും നമ്മൾ ചേർത്ത് നിർത്തണം. അത് ശരി തന്നെയാണ്. പക്ഷേ പത്രോസിനെ വീണ്ടും കണ്ടുമുട്ടിയ ഈശോ എന്തുകൊണ്ടാണ് യൂദാസിനെ വീണ്ടും കണ്ടുമുട്ടാതിരുന്നത്? യൂദാസിന് സ്വയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പത്രോസ് പൂർണ്ണ മനസ്സോടെ ചെയ്തൊരു കാര്യമല്ല, തിരിച്ചു വരണമെന്ന് അവന് ആഗ്രഹം തോന്നി. സ്വയം തിരുത്താൻ താല്പര്യമില്ലാത്ത, സ്വയം ഞങ്ങളെങ്ങനെയാണ്, എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈശോ തന്നെ പലയിടങ്ങളിലേക്കും വന്നിട്ട് വിശ്വസിക്കാത്ത, അത് മനസ്സിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത, വിശ്വാസം കൊണ്ട് ആ മാറ്റത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തിനെ ഈശോ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വിശ്വസിക്കുകയും എനിക്ക് അന്ധനാണ് ഞാനിപ്പോൾ, എനിക്ക് അന്ധത മാറണം എന്ന ആഗ്രഹമുള്ളവനുമാണ് ഈശോ രക്ഷിച്ചത് അല്ലേ? അപ്പോൾ കുറവുകളോടുകൂടെ നിങ്ങൾ മനുഷ്യരെ ചേർത്ത് നിർത്തണം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അന്ധതയിൽ പോകരുത്, ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ടാവരുത്. ഞാൻ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ കരുണ കാണിച്ചത് കൊണ്ടും എനിക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും നന്നാവും, അവർക്ക് മാറ്റം വരും, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് മാറ്റമുണ്ട് എങ്കിൽ, അവർക്ക് മാറാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം അവർ മാറത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഒരാൾ മാറൂലേ? അത് ശരിയാണ്. ആയുസിൻ്റെ 30 വർഷം നിങ്ങൾ ഒരാളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു, അയാൾ 31ാമത്തെ വർഷം മാറുന്നു. 30 വർഷം ശ്രമിക്കാനുള്ള ധൈര്യവും എന്താ പറയുക, മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 30 വർഷവും ശ്രമിക്കുക. ഒരു 20 വർഷം ശ്രമിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് ഇത് മാറാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ആർക്കും ഉപദേശിക്കാൻ പറ്റില്ല 21ാമത്തെ വർഷം ശ്രമിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം 20 വർഷവും ശ്രമിച്ചതും സഹിച്ചതും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതും നിങ്ങളാണ്. നിങ്ങളുടെ വലിയ മനസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനൊന്നും വില വയ്ക്കാത്ത ഒരാൾ 21ാമത്തെ വർഷം മാറും എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുവാണ് ഇയാൾ മാറും എന്നുണ്ടെങ്കിൽ മാത്രമേ, അത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം അതിൽ ഇൻപുട്ട് ഇടുന്നത് നിങ്ങളാണ്. അടഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ടൊരു കാര്യമില്ല. ഉറക്കം നടിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഒരിക്കലും ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ
റിലേഷൻഷിപ്പുകളെ വിവേകപൂർവമായി മനസ്സിലാക്കണം. 50 പേരൊരു ധ്യാനം കൂടിയാൽ അതിൽ 50 പേരും മാനസാന്തരപ്പെടുന്നില്ല. അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിന് തൊടാൻ പറ്റൂ. ഇവിടെ ദൈവവും ഹെൽപ്ലെസ് ആണ്. ദൈവത്തിന് ആളുകളോട് പ്രചോദിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആളുകളെ മനസ്സിന് ഒരുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരാൾ സ്വയം വില്ലിങ് അല്ല എങ്കിൽ ദൈവത്തിന് ആരും രക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന് പോലും ഒരാൾ സ്വയം തയ്യാറായില്ല എങ്കിൽ രക്ഷിക്കാൻ പറ്റാത്തിടത്ത് സ്വയം തിരുത്താനും മാറാനും തയ്യാറാകാത്ത മനുഷ്യന്മാരെ നിങ്ങൾക്ക് രക്ഷിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അവർ തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ മാറുകയോ ചെയ്യട്ടെ. നിങ്ങളുടെ കരുണയും സ്നേഹവും ശരിയല്ലാത്തിടത്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അവിടെ ഒരു ഫലമുണ്ടാകുന്നില്ല എന്ന് കാണുവാണെങ്കിൽ അത് പിൻവലിച്ച് അത് ഫലമുണ്ടാകാൻ സാധ്യതയുള്ള മനുഷ്യന്മാരിലേക്ക് കൊടുക്കണം. ഇപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല കർത്താവേ. ഞാൻ ഇവിടെ വെറുതെ പറഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള ആ ഒരു ദൈവം തന്ന ഗിഫ്റ്റിനെ ഞാൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തടത്ത് യൂസ് ചെയ്ത് ഇതിൻ്റെ വില കളയുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു കാര്യമാണ്, അതൊക്കെ കേൾക്കാൻ തയ്യാറാകുന്ന മനുഷ്യന്മാരിലേക്ക് നീ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ നീ മിണ്ടാതിരിക്കുക. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്കത് കേൾക്കാനുള്ള ഒരുക്കമില്ല. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഈശോ മനുഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കിയിട്ടുണ്ട്. സോ മനസ്സിന് വരുന്ന ഒരു മാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ മനസ്സ് ഒരുങ്ങാത്ത ഒരാളെ, മാറ്റത്തിന് തയ്യാറാവാത്ത ഒരാളെ, എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളെ രക്ഷിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദൈവത്തിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം ഞാൻ മനസ്സിലാക്കിയത്, മറ്റേ ആൾക്ക് 1% ആഗ്രഹമുണ്ടെങ്കിലേ ദൈവത്തിനും പറ്റൂ. അടഞ്ഞു വെച്ച ഹൃദയങ്ങളിൽ ദൈവത്തിന് മാറ്റം കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ദൈവം മനുഷ്യൻ്റെ ചോയ്സസിനെ വിലമതിക്കുന്നത് കൊണ്ട് എസ്സും നോവും പറയാനുള്ള അത് നിങ്ങൾക്കുള്ളത്. ഇപ്പം നിങ്ങളുടെ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ നോ പറയുകയാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ദൈവം എത്ര ശക്തനാണെങ്കിലും നിങ്ങളുടെ ഒരു സഹകരണമില്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ഒരു പാപിയായ മനുഷ്യനെ സഹകരിച്ചാൽ മാത്രമേ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സ്നേഹവും കരുണയും കരുതലും ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളത് ഇതൊന്നും വേണ്ടാത്ത ഒരു മനുഷ്യരിലേക്ക് നിങ്ങളത് കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് വേണ്ട ആളുകളിലേക്ക് അത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി വേണ്ടാത്ത ആളുകളാണ്, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നോ എന്ന് പറയാനോ അത് എസ് എന്ന് പറയാനോ മറ്റാർക്കും അധികാരമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. അതായത് എല്ലാവരെയും രക്ഷിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല, നമുക്ക് ശ്രമിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. മാനസാന്തരപ്പെടുന്ന പാപിയെ മാത്രമേ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആ മാനസാന്തരത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവന് ഒരുക്കി കൊടുക്കാൻ പറ്റും. ഒരു ദൈവ അനുഭവത്തിലേക്ക് ഒരാൾ വരണം എന്നുള്ളതിന് ദൈവത്തിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. ദൈവാനുഭവത്തിനെ തുറന്ന മനസ്സുമായിട്ട് സ്വീകരിക്കുന്ന ഒരു മനസ്സ് അത് മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. അപ്പം എല്ലാം മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരാളുടെ തീരുമാനമാണ്. അതുപോലെ നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ടും കരുണ കാണിച്ചതുകൊണ്ടും എല്ലാ മനുഷ്യർക്കും മാറ്റമുണ്ടാകും. അവർ നിങ്ങളുടെ ഈ ഒരു എഫേർട്ടിനെ മാനിച്ച് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ത്യാഗത്തിനെ മനസ്സിലാക്കും എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് അവരുടെ മനസ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പം അങ്ങനെയുള്ള മനുഷ്യരോട് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളോളം നിങ്ങൾ ഒരു ചെടി വളർത്തിയിട്ട് അതിന് ഫലമില്ലെങ്കിൽ പിന്നെയും വളർത്തണോ വേണ്ടയോ, അതോ അതവിടെ നിന്നോട്ടെ, അത് വെട്ടിക്കളയൊന്നും വേണ്ട, പക്ഷെ ഞാൻ അതിനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ളതൊക്കെ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നിങ്ങളുടെ കരുണയും കരുതലും സ്നേഹവും ശരിയായ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറവുള്ളവരാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങൾ സ്നേഹിക്കുകയും കരുതൽ കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യരും അതിനൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. അങ്ങനെ അവർ നടത്തുന്നില്ല എങ്കിൽ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ശക്തിയുമൊക്കെ നിങ്ങൾ അവിടെ ഇങ്ങനെ പാഴായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന് മുമ്പിലിരിക്കണം.